മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് CSEBയുടെ പ്രീവിയസ് ചോദ്യങ്ങളിലെ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ കാര്യങ്ങളെയും കുറിച്ചാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, CSEB എപ്പോഴും പ്രീവിയസ് ചോദ്യങ്ങളാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കമ്മിറ്റിയിൽ നിന്നും സ്ഥിരമായി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ കമ്മിറ്റിയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മൾ പറയുകയാണ്. അപ്പോൾ ക്ലാസ് കൃത്യമായി കാണുക, ക്വസ്റ്റ്യൻസ് കൃത്യമായി നോക്കി പഠിക്കുക. ഓക്കെ ഡിയേഴ്സ്, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ദെൻ നോക്കിക്കേ, ഒന്നാമത്തെ കമ്മിറ്റിയാണ്. ഒന്നാമത്തെ കമ്മിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെഡറിക് നിക്കോൾസൺ കമ്മിറ്റി. അതായത് നമ്മുടെ ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഫ്രെഡറിക്, അതിന് പിന്നിലൊരു സ്റ്റോറി പോലെ നിങ്ങളത് പഠിച്ചു വെച്ചേക്കണം. അതായത് ലോർഡ് വെൻലോക്ക് നമ്മുടെ ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനങ്ങൾ വന്നാൽ വളരെ നല്ലതായിരിക്കും, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കനുസരിച്ച് അത് വളരെ നല്ലതായിരിക്കുമെന്ന് വിചാരിച്ചു. അന്ന് നമുക്ക് ബ്രിട്ടീഷ് ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്, അറിയാമല്ലോ, സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അങ്ങനെ നമ്മുടെ ലോർഡ് വെൻലോക്ക് ഫ്രെഡറിക് നിക്കോൾസണെ യൂറോപ്പിലേക്ക് സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വിട്ടു. ഓക്കെ, അതൊരു നോക്കിക്കേ, അതെങ്ങനെയാണെന്ന് നോക്കിക്കേ. അതായത് കമ്മിറ്റി മദ്രാസ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്, അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്രെഡറിക് നിക്കോൾസണെ വിട്ടു. എവിടേക്ക് വിട്ടു? നമ്മുടെ ഇന്ത്യക്ക് പറ്റുന്ന സഹകരണ പ്രസ്ഥാനം ഏതാണെന്നുള്ളത് പഠിച്ചിട്ട് വന്ന് പറ, അതിനനുസരിച്ച് ഇന്ത്യയിൽ നമുക്ക് സഹകരണ പ്രസ്ഥാനങ്ങൾ തുടങ്ങാമെന്ന് പറഞ്ഞു. ഇതിനൊക്കെ അപ്പം ലോർഡ് വെൻലോക്കാണ് ഫ്രെഡറിക് നിക്കോൾസണെ യൂറോപ്പിലേക്ക് വിടുന്നത്. എങ്ങനെയാണ്? അദ്ദേഹത്തിനെ വിട്ടു. അപ്പോയിൻ്റ് ചെയ്തെന്ന 1892 അപ്പോയിൻ്റ് ചെയ്തു. അന്നതിന് ശേഷം 95-ലും 97-ലും അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പം വെൻലോക്ക് പറഞ്ഞ് ഇങ്ങനെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്താൽ പറ്റത്തില്ല, ഒരു കൺസോൾട്ടേറ്റഡ് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ 1899 അല്ലെ 95-ലും സെക്കൻഡ് റിപ്പോർട്ട് 97-ലും വരുന്നു. കൺസോൾട്ടേറ്റഡ് റിപ്പോർട്ട് 1899 വരുന്നു. അതിനകത്ത് അദ്ദേഹം പറയുകയാണ്, ജർമ്മനിയിലെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് നല്ലതെന്ന് പറയുന്നു. അങ്ങനെ ആ റിപ്പോർട്ടിനകത്ത് പറഞ്ഞതാണ് ഫൈൻഡ് റേഫിസൺ ടൈപ്പ് സൊസൈറ്റികൾ ഇന്ത്യക്ക് നല്ലതാണോ എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ആദ്യം ഇന്ത്യയിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നതിൻ്റെ ഒരു കഥ പോലെ നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ലോർഡ് വെൻലോക്ക് ഫ്രെഡറിക് നിക്കോൾസണിനെ 1892 വിട്ടു. എന്നിട്ട് പറഞ്ഞു പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. ദെൻ 95-ലും 97-ലും അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ദെൻ കൺസോൾട്ടേറ്റഡ് ആയിട്ട് എനിക്കൊരു റിപ്പോർട്ട് തരാൻ പറയുന്നു. 1899 അദ്ദേഹം കൺസോൾട്ടേറ്റഡ് റിപ്പോർട്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഫൈൻഡ് റേഫിസൺ ടൈപ്പ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഇന്ത്യയിൽ ഫോം ചെയ്താൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ഇത്രയും കാര്യം മാത്രമേ ഉള്ളൂ. ദെൻ നോക്കിക്കേ, ദെൻ അങ്ങനെ ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞത് ആരാണ്? വാസ് ബൈ ഫ്രെഡറിക് നിക്കോൾസൺ പറഞ്ഞതാണ്. ഇത് സ്ഥിരമായി ചോദിക്കുന്നതാണ്. ക്രിയേറ്റ് കോപ്പറേറ്റേഴ്സ് ബിഫോർ ക്രിയേറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ ആരാണ്? ഫ്രെഡറിക് നിക്കോൾസൺ ആണ്. ദെൻ അടുത്ത നോക്കിയേ, ദെൻ എഡ്വേർഡ് ലോ കമ്മീഷൻ. നമ്മൾ പറഞ്ഞു, നമ്മൾ ഇന്ത്യയിൽ കോർപ്പറേഷൻ വന്ന ചരിത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ കൺസോൾട്ടേറ്റഡ് ആയിട്ട് എല്ലാ കമ്മിറ്റീസും പറയുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടുന്നു. ഇത് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ എങ്ങനെയാണ് കോർപ്പറേഷൻ വന്നത്, അവിടുത്തെ ഓരോ നിയമങ്ങൾ, ഇപ്പോൾ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന കമ്മിറ്റി, അങ്ങനെ ഓരോന്നും വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ വീണ്ടും നമ്മൾ പറയും. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ നോക്കിക്കേ, അപ്പം അത്രയും നാൾ കാര്യം മനസ്സിലായല്ലോ. ഇപ്പോൾ ഫ്രെഡറിക് നിക്കോൾസൺ വന്നു 1899 അദ്ദേഹം പറയുകയാണ്, റേഫീസിനെ പോലുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ രൂപീകരിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് പറയുന്നു. അതിനുശേഷം അത് കിട്ടി, അത്രയും വരെ എത്തി, നമ്മൾ അങ്ങനെ അവിടെ വരെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇതിൽ നോക്കിക്കേ, എഡ്വേർഡ് ലോ കമ്മീഷൻ വരികയാണ്. എന്നാ വന്നേ? എഡ്വേർഡ് ലോ കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് 1901 അപ്പോൾ 1899 നമ്മുടെ ഒരു റിപ്പോർട്ടുണ്ട് കേട്ടോ. അതിനുശേഷം വരുന്നത് നമ്മുടെ എഡ്വേർഡ് ലോ കമ്മീഷനെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്യുന്നു. എന്നിട്ട് ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ലോയും ഫ്രെഡറിക് നിക്കോൾസണും ഡ്യൂപ്പർനിക്സിനെയും കമ്മിറ്റിയിലെ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എഡ്വേർഡ് ലോയാണ് ചെയർമാൻ. അപ്പോൾ ഇവരെ 3 പേരെയും കൂടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്തു. അതിന് പറയുന്ന പേര്, ആ ഒരു കമ്മീഷന് പറയുന്ന പേരാണ് എഡ്വേർഡ് ലോ കമ്മീഷൻ. എന്ന് അപ്പോയിൻ്റ് ചെയ്തു 1901 അപ്പോയിൻ്റ് ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് എന്നാ 1904 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അവരെന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു? 1904 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദെൻ
അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ് കേട്ടോ. ദെൻ ആരുടെയാണ്? ഡ്യൂപ്പർനിക്സ് എന്ന് പറഞ്ഞാൽ ICS ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബുക്ക് പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ റെഗുലറായിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു കേരാഫിഡിൻ്റെ പരീക്ഷയ്ക്കും ഈ ചോദ്യം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇതിനപ്പം നോക്കിക്കേ, പീപ്പിൾ ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ ആരുടെ പുസ്തകമാണ്? ഡ്യൂപ്പർനിക്സിൻ്റെ പുസ്തകമാണ്. അതവിടെ നിൽക്കട്ടെ. ഇത് കമ്മിറ്റി റെക്കമെൻഡഡ് ടു ഫ്രെയിം ദ ലോ റിലേറ്റിംഗ് ടു കോപ്പറേറ്റീവ്സ്. അങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 വന്നത്. മനസ്സിലായല്ലോ? വെൻലോക്കിനെ പഠിച്ചു തുടങ്ങണം, ഫ്രെഡറിക് നിക്കോൾസനെ പഠിക്കണം. അതിനുശേഷം നമ്മൾ എഡ്വേർഡ് ലോ കമ്മീഷനെ പഠിക്കണം. 1901 അപ്പോയിന്റ് ചെയ്യുന്നു, 1904 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ആ കമ്മിറ്റിക്കകത്ത് ഫ്രെഡറിക് നിക്കോൾസൺ ഉണ്ടായിരുന്നു, ഡ്യൂപ്പർനിക്സ് ഉണ്ടായിരുന്നു, എഡ്വേർഡ് ലോ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അവരുടെ 1901 അപ്പോയിന്റ് ചെയ്യുന്നു, ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്യുന്നു, 1904 അവരെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മുടെ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. നമ്മൾ പറഞ്ഞില്ലേ, ബാധ്യതാ സംഘങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാവൂ എന്നുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904 വരുന്നു. മനസ്സിലായോ? ഇതിനകത്ത് ഈ ക്രെഡിറ്റിനെ മാത്രമേ, പിന്നെ ഇതിനകത്ത് ക്രെഡിറ്റ് മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പെക്സ് ലെവലിലെ സ്ഥാപനങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. 1904 ആക്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1904 ആക്ടിൽ ബാധ്യതാ സംഘങ്ങൾ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. രജിസ്ട്രാർ എല്ലാ സൊസൈറ്റികളും ഓഡിറ്റ് ചെയ്യണമെന്നും പിന്നെ ഫീസൊന്നും ഇല്ല, അപ്പെക്സ് സംഘങ്ങളൊന്നും രൂപീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കുറേ ഡീമെറിറ്റുകളുണ്ടായിരുന്നു. അതിനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് 1912 പുതിയ ആക്ട് വന്നു. അതവിടെ നിൽക്കട്ടെ. ഇത്രയും കഥ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങൾ വന്നതിൻ്റെ. അപ്പോൾ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി, ഇതും ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഡാനിയൽ ഹാമിൽട്ടൺ 1904 ആക്ടിനെ കുറിച്ച് പറഞ്ഞതാണ്. എ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി, അതായത് ദാരിദ്ര്യത്തിൽ നിന്നും സമൃദ്ധിയിലേക്ക്. എന്ന് വെച്ചാൽ കടം കൊടുക്കുന്ന സംഘങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇഷ്ടം പോലെ കടം കിട്ടും. അപ്പം നമുക്ക് കടമായാലും പൈസ കിട്ടുമോ? കടമായാലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാലും നമ്മുടെ കാര്യങ്ങൾ സാധിച്ചൂടെ നമുക്ക്? സോ ആര് പറഞ്ഞു? ഇതും പ്രീവിയസ് ആണ്. ഡാനിയൽ ഹാമിൽട്ടൺ 1904 ആക്ടിനെ കുറിച്ച് പറഞ്ഞതാണ് എന്ത്? എ വേ ഫ്രം പോവർട്ടി ടു പ്ലെൻറ്റി എന്ന്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. നോക്കേ, മഗ്ലഗാൻ കമ്മിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇദ്ദേഹം ഇല്ലാതൊരു സംഭവം നമ്മുടെ സഹകരണ പ്രസ്ഥാനത്തിലില്ല. എന്ത് പറഞ്ഞു വന്നാലും ഇദ്ദേഹത്തിലായിരിക്കും നമ്മൾ വന്ന് അവസാനിക്കുന്നത്. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് മഗ്ലഗാൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ഞാൻ ഇത്തിരി വേഗത്തിലായിരിക്കും പോകുന്നത്, കാര്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പലതവണ പറയുകയും ഇത് മനസ്സിലാക്കി ഇതൊരു സ്റ്റോറി പോലെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിന് കുറച്ച് വേഗതയിൽ നമുക്ക് പോകണം. ഇതിന് നോക്കിക്കേ, മഗ്ലഗാൻ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നാണ് വന്നത്. ഇത് കമ്മിറ്റിയെ നമ്മൾ ഇമ്പീരിയൽ കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റിയാണ് മഗ്ലഗാൻ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് എന്തിനാണ് അപ്പോയിൻറ്റ് ചെയ്തത്? 10 വർഷത്തെ പ്രോഗ്രസ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിലെ 10 വർഷത്തെ പ്രോഗ്രസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മഗ്ലഗാൻ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്നായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുന്നത്? 10 വർഷത്തെ പ്രോഗ്രസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു 1904 ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ 1904 അല്ലേ? 10 വർഷം കഴിഞ്ഞാൽ 1914 അപ്പോയിൻറ്റ് ചെയ്യുന്നു. 10 വർഷത്തെ കാര്യം നിങ്ങൾ പഠിച്ചിട്ട് വരാൻ പറയുന്നു കോപ്പറേറ്റീവ് പ്രോഗ്രസിൻ്റെ. ദെൻ 1914 അപ്പോയിൻറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം അദ്ദേഹം റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് എന്താണെന്നറിയാമോ? 1915 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. കണ്ടോ? അപ്പോയിൻറ്റ് ചെയ്തത് 14 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 15. ദെൻ നോക്കിക്കേ, ഈ ED മഗ്ലഗാൻ എന്ന് പറഞ്ഞാൽ ചെയർമാനും W ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറിയുമായിരുന്നു ഈ ഒരു കമ്മിറ്റിയിലെ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് വന്ന ആദ്യത്തെ കമ്മിറ്റി. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ. ഓക്കെ, ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് എഴുതണം? മഗ്ലഗാൻ കമ്മിറ്റി അഥവാ ഇമ്പീരിയൽ കമ്മിറ്റി. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? ദെൻ അടുത്തത് നോക്കിക്കേ, ഇവരെന്തൊക്കെയാണ് പറഞ്ഞു എന്നുള്ളത് വളരെ ചുരുക്കത്തിൽ നമുക്കൊന്ന് പറയാം. ഇവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ സെൻട്രൽ സൊസൈറ്റി അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ബാങ്ക് രൂപീകരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സൊസൈറ്റി ക്യാൻ ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഈവൻ നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ സ്വീകരിക്കാമെന്നല്ലേ പറഞ്ഞേ? അത് മാത്രമല്ല, മെമ്പേഴ്സ് അല്ലാത്തവരുടെ കയ്യിൽ നിന്നും നമുക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റും. അറിയാത്തവരുടെ കയ്യിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാം. പക്ഷേ സൊസൈറ്റി ഹാവ് ഫസ്റ്റ് ചാർജ് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ്
ബോറോവ്ഡ് മെമ്പർ, നമ്മുടെ സൊസൈറ്റിയിൽ നിന്നും ആരെങ്കിലും, ഇപ്പോഴും ഫസ്റ്റ് ചാർജ് സൊസൈറ്റിക്ക് തന്നെയാണ്. അപ്പം സൊസൈറ്റിയിൽ നിന്നും ആരെങ്കിലും ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വസ്തു വിൽക്കണം എന്നുണ്ടെങ്കിൽ സൊസൈറ്റിക്ക് തരാനുള്ള കാര്യങ്ങളെല്ലാം തന്നതിന് ശേഷം മാത്രമേ അവർക്ക് ഫർദർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് വിൽക്കാൻ പറ്റത്തുള്ളൂ എന്നതിനെയാണ് നമ്മൾ ഫസ്റ്റ് ചാർജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താ പറഞ്ഞത്? അപ്പം സൊസൈറ്റി ഹാവ് ഫസ്റ്റ് ചാർജ് ഓൺ പ്രോപ്പർട്ടീസ് ഓഫ് ദി ബോറോവ്ഡ് മെമ്പർ. 1 man 1 vote. 1 man 1 vote വന്ന് എവിടെയാ? മഗ്ലഗാൻ കമ്മിറ്റിയകത്താണ് 1 man 1 vote വന്നത്. 3-tier സിസ്റ്റം ഓഫ് ക്രെഡിറ്റ്, അപ്പെക്സ് സൊസൈറ്റീസ് അറ്റ് നാഷണൽ ലെവല്. അപ്പം 3-tier ക്രെഡിറ്റിന് 3-tier സിസ്റ്റം വന്നതും അതുപോലെ തന്നെ അപ്പെക്സ് സൊസൈറ്റീസ് നാഷണൽ ലെവലിൽ വരണമെന്ന് പറഞ്ഞതും. ഇത് നോക്കിക്കേ, രജിസ്ട്രാർ പവർ ടു ബി സ്ട്രെങ്തൻഡ്. രജിസ്ട്രാറിന് പവർ കുറച്ചും കൂടി കൂട്ടണം, രജിസ്ട്രാറിൻ്റെ പവർ കുറച്ച് സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറഞ്ഞത് ആരാണ്? മഗ്ലഗാൻ കമ്മിറ്റിയാണ്. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ അല്ലേ? അടുത്ത നോക്കിക്കേ, നമ്മുടെ അടുത്ത് റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റോയൽ കമ്മീഷനും. ഇത് നോക്കിക്കേ, റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ, ഈ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്? ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ്. ഇത് അപ്പോയിന്റ് ചെയ്യുന്നത് പണ്ട് ചോദിക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ ചോദിച്ച് കാണാറില്ല. കാര്യം വർഷം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ത്യക്കാരാണോ. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും RBI മാത്രമേ ഉള്ളൂ മാറി മാറി വരുന്നത്. ഇതിനവിടെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അപ്പോയിന്റ് ചെയ്തത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞാൽ H. കാൾവർട്ട് ആയിരുന്നു എന്തിൻ്റെ ചെയർമാനെ? ഈ റോയൽ കമ്മീഷൻ്റെ ചെയർമാൻ H. കാൾവർട്ടാണ് റോയൽ കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ദെൻ അപ്പോയിന്റ് ചെയ്തത് 1926 2 വർഷം കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. മഗ്ലഗാനെ മറന്നു പോകരുത്. 14, 15, 1914, 1915, ദെൻ 1926, 28. മനസ്സിലായോ? അപ്പോൾ റോയൽ കമ്മീഷനാണ് അഗ്രികൾച്ചറിൻ്റെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിന്റ് ചെയ്തു. ചെയർമാൻ H. കാൾവർട്ട് ആയിരുന്നു. അപ്പോയിന്റ് ചെയ്ത് 26-ലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 28-ലും. ഓക്കെ, ഇത് നോക്കിക്കേ, ഇതിനെ നമ്മൾ പറയുന്ന പേരാണ്, ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് പ്രിൻസിപ്പൽ കമ്മിറ്റി. പ്രിൻസിപ്പൽ കമ്മിറ്റി എന്ന് പറയുന്നതും ഏത് കമ്മിറ്റിയാണ്? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറിനെയാണ്. ദെൻ കോർപ്പറേഷൻ ഫെയിൽസ്, ഇറ്റ് വിൽ ഫെയിൽ ദ ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞത് ആരാ? റോയൽ കമ്മീഷനാണ്. സഹകരണം പരാജയപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും റൂറൽ ഇന്ത്യയുടെ ഏറ്റവും നല്ല പ്രതീക്ഷകൾക്ക് പോലും അത് മങ്ങലേക്കും, പരാജയപ്പെടും എന്നാണ് പറഞ്ഞത് ആര്? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. ഓക്കെ, ഇത് നോക്കിക്കേ, ഇറ്റ് ഈസ് ദ കമ്മിറ്റീസ് ആൾസോ നോൺ ആസ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ് നമ്മൾ ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? മഗ്ലഗാൻ കമ്മിറ്റി എന്തായിരുന്നു പറഞ്ഞത്? ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ അല്ലേ? കോപ്പറേറ്റീവ് പ്രോഗ്രസ് ഇങ്ങനെ ഓർത്താൽ മതി. പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ നമ്മൾ രാജാവാകും, റോയൽ പവറൊക്കെ കിട്ടും. റോയൽ എന്ന് പറഞ്ഞാൽ എന്താ? രാജകീയം എന്നല്ലേ അർത്ഥം. ഓക്കെ, ഇപ്പോൾ രാജകീയത കിട്ടുമ്പോഴെപ്പോഴാണ് നമുക്ക് പുരോഗതി വന്നാലല്ലേ നമുക്ക് രാജാവിനെ പോലെ നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്ര ഓർത്തേക്കുക. എന്തോർക്കുക? ദെൻ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ് എന്ന് പറയുന്ന ഏത് കമ്മിറ്റിയാണ്? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചറാണ്. H. കാൾവർട്ട് ആയിരുന്നു ചെയർമാൻ. 26-ൽ അപ്പോയിന്റ് ചെയ്യുകയും 28-ൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. അവരെ ഒരു കോട്ടാണ് കോപ്പറേഷൻ. ഇഫ് കോപ്പറേഷൻ ഫെയിൽസ്, ഇഫ് ഉണ്ട് കേട്ടോ. ഇഫ് കോപ്പറേഷൻ ഫെയിൽസ്, കോപ്പറേഷൻ പരാജയപ്പെട്ടാൽ ഇറ്റ് വിൽ ഫെയിൽ ദി ബെസ്റ്റ് ഹോപ്പ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറഞ്ഞത് ആരാ? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ആണല്ലോ. അടുത്ത ഇവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നോക്കാം. റെഗുലേറ്റഡ് മാർക്കറ്റ് 1929 വന്നതാണ്. റെഗുലേറ്റഡ് മാർക്കറ്റ് ഒരു പ്രീവിയസ് ചോദ്യമാണ്. റെഗുലേറ്റഡ് മാർക്കറ്റ്, സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ്, ഒരു സൊസൈറ്റി സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ്, പിന്നെ നമ്മുടെ റബ്ബർ മാർക്കറ്റ് ഒക്കെ ഉണ്ടല്ലോ, റബ്ബറിൻ്റെ മാത്രം സൊസൈറ്റീസ് ഉണ്ടല്ലോ, ഇതുപോലെ സിംഗിൾ പർപ്പസ് സൊസൈറ്റീസ്. ദെൻ ഫോർമേഷൻ ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാൻഡ് മോർഗേജ് ബാങ്ക് ഫോർമേഷൻ ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ടു സ്കൂൾസ് ആൻഡ് കോളേജസ്, സ്കൂളുകളിലും കോളേജുകളിലും കോപ്പറേറ്റീവ് ട്രെയിനിങ് കൊണ്ടുവരണമെന്ന് പറയുന്നു. സഹകരണ പരിശീലനം സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും കൊണ്ടുവരണമെന്ന് പറഞ്ഞ ആരാണ്? ഇവരാണ്. റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ആണ് പറഞ്ഞത്. ദെൻ അതുപോലെ തന്നെ പറയുകയാണ് ആക്റ്റീവ് പ്രൈസ് പോളിസി കൊണ്ടുവന്ന എന്താ? അതായത് ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രിവൈലിംഗ് മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറച്ചുകൂടെ വില കുറച്ച് മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു, കർഷകരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് പ്രൈസ് പോളിസി എന്ന് പറയുന്നത്. ദെൻ ആക്റ്റീവ് പ്രൈസ് പോളിസി, അതുപോലെ തന്നെ രജിസ്ട്രാർ ബിക്കം ദ ഫൗണ്ടേഷൻ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ രജിസ്ട്രാർ ആണ്.
സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറഞ്ഞ ആരാണ്? മഗ്ലഗാനാണ് പറഞ്ഞത്. അപ്പോൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ആരാണ്? രജിസ്ട്രാർ ഒരു കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു ഫൗണ്ടേഷനാണെന്ന് പറഞ്ഞ ആരാണ്? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ അല്ലെങ്കിൽ എച്ച് കാൾവർട്ടാണ് പറഞ്ഞത്. ദെൻ പറയുകയാണ് റൂറൽ ക്രെഡിറ്റ് സ്ട്രെങ്തൻ ചെയ്യണമെന്ന്. റൂറൽ ക്രെഡിറ്റ് ഗ്രാമീണ ഗ്രാമീണർക്ക് കടം വായ്പാ സംഘങ്ങൾ കൊടുക്കത്തില്ലേ, കടമായിട്ട് കൊടുക്കത്തില്ലേ, വായ്പ കൊടുക്കത്തില്ലേ ഗ്രാമീണർക്ക്, അതിനെ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത അപ്പം ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ അല്ലേ? പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത് നോക്കിക്കേ, ടൗൺസെൻഡ് കമ്മിറ്റി. അപ്പം നമ്മൾ പറഞ്ഞ കമ്മിറ്റികൾ ആദ്യം മുതൽ ഒന്നും കൂടെ പറയാം. എഡ്വേർഡ് ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് വൈസ്രോയി ആയിരുന്ന ലോർഡ് വെൻലോക്ക് ഫ്രെഡറിക് നിക്കോൾസനെ വിട്ടിട്ട് പറയുന്നു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമായ എങ്ങനെയാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഫ്രെഡറിക് നിക്കോൾസനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1892 അദ്ദേഹത്തിനോട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 95 2 വർഷം കഴിഞ്ഞപ്പോഴാണ്. പക്ഷേ പുള്ളിക്കാരനത് മൊത്തം കൂടെ സബ്മിറ്റ് ചെയ്തില്ല, പിന്നെയും 95 97 കൊണ്ടുവന്നു. അപ്പോൾ പറഞ്ഞു പറ്റത്തില്ല, ഒരുമിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൺസോളിഡേറ്റഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 1899 വന്നു. ഓക്കെ ആണോ? എന്നതിന് ശേഷം ഈ പറഞ്ഞ ഫ്രെഡറിക് നിക്കോൾസന് കുറച്ച് കാര്യങ്ങൾ അറിയാമല്ലോ, അപ്പോൾ അദ്ദേഹത്തിനെയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഡ്യൂപ്പർനിക്സിനെയും എഡ്വേർഡ് ലോയെയും കൂടെ വെച്ചിട്ട് ഒരു പുതിയ കമ്മിറ്റി എടുത്ത് പറഞ്ഞു, നിങ്ങളൊരു നിയമം കൊണ്ടുവരാൻ പറഞ്ഞു. 1901 അപ്പോയിൻറ്റ് ചെയ്തു. മനസ്സിലായോ? ദെൻ എന്നിട്ട് 1904 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. അങ്ങനെയാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വരുന്നതെന്ന് പറഞ്ഞു. ദെൻ അങ്ങനെ വന്നു കഴിഞ്ഞു, ക്രെഡിറ്റ് വായ്പാ സംഘങ്ങളെ രജിസ്റ്റർ ചെയ്യുന്ന നിയമം വന്നു. അതിനുശേഷം ഇതിൻ്റെ 10 വർഷം എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മഗ്ലഗാൻ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1914 15 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. അതിനെ പറയുന്ന പേരാണ് ഇമ്പീരിയൽ കമ്മിറ്റി എന്ന് പറയുന്നു. ഓക്കെ, അദ്ദേഹം പറഞ്ഞ വളരെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു, അതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. അതിനുശേഷം അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ വന്നു, എച്ച് കാൾവർട്ട്. ദെൻ 26 അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1928 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദെൻ ആദ്യത്തെ നമ്മുടെ മഗ്ലഗാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാറിൻ്റെ പവറിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എന്താണ്? ഈ കമ്മിറ്റിയെ നമ്മൾ കോപ്പറേറ്റീവ് പ്രോഗ്രസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, മറന്നു പോകരുത്. അപ്പം കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കമ്മിറ്റിയാണ് മഗ്ലഗാൻ കമ്മിറ്റി. കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ് എന്ന് പറയുമ്പം റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. പിന്നെ വളരെ കുറച്ച് ഒരു 7 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. നമുക്ക് അടുത്ത കമ്മിറ്റിയിലോട്ട് നോക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ ടൗൺസെൻഡ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ്. അപ്പം വേറെ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ പറയണം. അപ്പം ഈ ഒരു ടൗൺസെൻഡ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് പ്രോഗ്രസ് ആണ്. അതുപോലെ തന്നെ ഇതിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് 1927 മറ്റേത് 26 28 മറ്റേത്. ഇതിപ്പം 1927 അപ്പോയിൻറ്റ് ചെയ്തു. മദ്രാസ് ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഇതിൻ്റെ റിപ്പോർട്ട് വന്നതും 1928. ദെൻ ടൗൺസെൻഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ടൗൺസെൻഡ് ആയിരുന്നു ഈ കമ്മിറ്റിയുടെ ചെയർമാന്. ടൗൺസെൻഡാണ് ഈ കമ്മിറ്റിയുടെ ചെയർമാൻ. അപ്പോൾ എന്ന് അപ്പോയിൻറ്റ് ചെയ്തു? 27 അപ്പോയിൻറ്റ് ചെയ്തു. റിപ്പോർട്ട് 1928 സബ്മിറ്റ് ചെയ്തു. ടൗൺസെൻഡ് ആയിരുന്നു ഇതിൻ്റെ ചെയർമാൻ. ഇവരെന്തൊക്കെയാണ് പറഞ്ഞത്? സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് ഏതാ? മദ്രാസിൽ വന്ന 1929. അപ്പം കേന്ദ്ര തലത്തിൽ ഒരു ലാൻഡ് മോർഗേജ് ബാങ്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ടൗൺസെൻഡ് കമ്മിറ്റി പറഞ്ഞു. ഇത് പ്രകാരം വന്ന ആദ്യത്തെ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറഞ്ഞാൽ മദ്രാസിലാണ് വന്നത്. 1929. ദെൻ പ്രൈമറി ലാൻഡ് മോർഗേജ് ബാങ്ക് ഷാൾ നോട്ട് ഇഷ്യൂ ഡിബഞ്ചേഴ്സ്. കടപ്പത്രങ്ങൾ പ്രൈമറി ലാൻഡ് മോർഗേജ് ബാങ്കുകൾക്ക് കടപ്പത്രങ്ങൾ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പം പ്രൈമറി ലാൻഡ് മോർഗേജ് ബാങ്ക് ഷാൾ നോട്ട് ഇഷ്യൂ ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആരാണ്? ടൗൺസെൻഡ് കമ്മിറ്റിയാണ്. ഓക്കെ ആണോ? അടുത്തത് മൽക്കം ഡാർലിംഗ് കമ്മിറ്റി. മൽക്കം ഡാർലിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ നോക്കിയേ, കമ്മിറ്റി 1935 1934-35 കമ്മിറ്റിയാണ് മൽക്കം ഡാർലിംഗ് കമ്മിറ്റി. ഈ വേറൊരു കമ്മിറ്റിയാണ് ഞാൻ പറയട്ടെ. 1935 പറഞ്ഞപ്പോഴേ നമ്മുടെ
കേരള കോർപ്പറേഷൻ്റെ പിതാവ് എന്ന് പറയുന്നത് ആരാ? ദേവദാറിനെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദേവദാരി കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതും 1935 ഓക്കെ, 1935. ഓക്കെ, അപ്പം ഒന്നുമില്ല. അപ്പം മൽക്കം ഡാർലിംഗ് കമ്മിറ്റി എന്ന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 1935. മൽക്കം ഡാർലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ മൽക്കം ഡാർലിംഗ് വാസ് ദ ചെയർമാൻ ഓഫ് ദ കമ്മിറ്റി. മൽക്കം ഡാർലിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ മൽക്കം ഡാർലിംഗ് തന്നെയാണ്. ദെൻ ഇറ്റ് ഈസ് ദ കമ്മിറ്റി വിച്ച് പ്ലാൻഡ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ടു മെമ്പേഴ്സ്. നേരത്തെ നമ്മൾ പഠിച്ചായിരുന്നു സ്കൂളുകളിലും കോളേജ് തലങ്ങളിലും കോപ്പറേറ്റീവ് ട്രെയിനിങ് സഹകരണ പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞു. ഇതെന്താണ് പറയുന്നത്? ട്രെയിനിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഫസ്റ്റ് കമ്മിറ്റി, ആദ്യത്തെ കമ്മിറ്റിയാണ് പ്ലാൻ ചെയ്തു. എന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും സഹകരണ വിദ്യാഭ്യാസ പ്രോഗ്രാമുകൾ മെമ്പേഴ്സിനും അതുപോലെ തന്നെ എംപ്ലോയീസിനും ഗവൺമെൻറ് ഒഫീഷ്യൽസിനും സഹകരണ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് പറഞ്ഞ ആദ്യത്തെ കമ്മിറ്റിയാണ് ഏത്? മൽക്കം ഡാർലിംഗ് കമ്മിറ്റി. മറന്നു പോകരുത് കേട്ടോ. ദെൻ അടുത്തത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. മനസ്സിലായോ? അപ്പം അത്രയും വർഷങ്ങൾ ഓർമ്മയുണ്ടല്ലോ. അപ്പം നമ്മൾ 26, 28, ദെൻ ടൗൺസെൻഡ് കമ്മിറ്റി 27, 28, ദെൻ 35 അവിടെ വരെ നമ്മൾ എത്തി. ഇതിനടുത്ത് നോക്കിക്കേ, കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് കമ്മിറ്റി 1945 അപ്പോയിൻറ്റ് ചെയ്യുകയും 1946 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. RG സരയ്യ ആയിരുന്നു ഇതിൻ്റെ ചെയർമാന്. RG സരയ്യ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. 35 കഴിഞ്ഞ് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് 45 ബ്രിട്ടീഷ് ഗവൺമെൻറ് RG സരയ്യ ചെയർമാനായിട്ടുള്ള ഒരു കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തു. 45 അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് 46 എന്തുമായി ബന്ധപ്പെട്ടതാണ്? കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി. പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. ചെയർമാൻ RG സരയ്യ. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. അവിടെ നോക്കിക്കേ, ഈ RG സരയ്യ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് നോക്കേ. മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞു. സിംഗിൾ പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിനുശേഷം സിംഗിൾ പർപ്പസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എല്ലാവരുടെയും ഈ പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഒരു ടൈപ്പ് സംഘങ്ങൾ മാത്രം മതി എന്നുള്ളതാണ്. പക്ഷേ മൾട്ടി പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ വായ്പ കൊടുക്കുന്നു, മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നു, വളം, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ടൈപ്പ് സംഘങ്ങളെയാണ് നമ്മൾ മൾട്ടി പർപ്പസ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ഈ മൾട്ടി പർപ്പസ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജപ്പാനിൽ നിന്ന് കടമെടുത്തതാണ് അത്തരം സംഘങ്ങളെ. അതവിടെ നിൽക്കട്ടെ. അപ്പം മൾട്ടി മൾട്ടിപർപ്പസ് സൊസൈറ്റീസും എന്താണ് ഇവരുടെ റെക്കമെൻഡേഷൻ നോക്കിയാൽ RG സരയ്യ കമ്മിറ്റി അല്ലെങ്കിൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ റെക്കമെൻഡേഷൻ മൾട്ടിപർപ്പസ് സൊസൈറ്റീസ്. മൾട്ടിപർപ്പസ് സൊസൈറ്റികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പല പ്രവർത്തികൾ ചെയ്യും. വായ്പ കൊടുക്കും, മാർക്കറ്റിംഗ് സംബന്ധമായ കാര്യങ്ങൾ ചെയ്യും. അങ്ങനെ പല പല കാര്യങ്ങൾ, പല പല ബിസിനസ്സുകൾ ചെയ്യുന്ന ടൈപ്പ് സൊസൈറ്റികളെയാണ് നമ്മൾ മൾട്ടിപർപ്പസ് സൊസൈറ്റികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിപർപ്പസ് സൊസൈറ്റി എന്നുള്ള ഒരു ആശയം എടുത്തത് നമ്മൾ ജപ്പാനിൽ നിന്നാണ് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അപ്പം മൾട്ടിപർപ്പസ് സൊസൈറ്റികൾ ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻസ് ഫോം ചെയ്യണമെന്ന് പറഞ്ഞു. മ്യൂച്വൽ ക്രെഡിറ്റ് അസോസിയേഷൻസ്, അതുപോലെ തന്നെ അമാൾഗമേഷൻ, ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. അതായത് നമ്മളിപ്പം രണ്ട് സംഘങ്ങൾ തമ്മിൽ ഇപ്പം രണ്ട് സംഘങ്ങളും വളരെ മോശമായിട്ട് പ്രവർത്തിക്കുക, പക്ഷെ അവർ ഒരുമിച്ച് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് പറ്റും. രണ്ടിലും അത്യാവശ്യം ഫണ്ടുണ്ട്, അത്യാവശ്യം മെമ്പേഴ്സുണ്ട്, പക്ഷേ സ്ട്രെങ്തൻ അവരെന്തൊക്കെയോ കാര്യങ്ങളിൽ പോരായ്മകളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ രണ്ടുപേരും ഒരുമിച്ച് ചേരുന്നു, അമാൽഗമേറ്റ് ചെയ്യുന്നു. ചില സംഘങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഒത്തിരി വർക്ക് ലോഡ് കൂടുതൽ, അപ്പോൾ അവരെ ഡിവൈഡ് ചെയ്യുന്നു, ഡിവിഷൻ ഓഫ് സൊസൈറ്റീസ്. രണ്ടും എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? സംഘങ്ങളുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിൽ ക്രോഡീകരിക്കാനും ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞത് കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയായ RG സരയ്യ കമ്മിറ്റിയാണ് പറഞ്ഞത്. ദെൻ അടുത്തത് നോക്കിക്കേ, ഫസ്റ്റ് ചാർജ് ഓൺ മോർഗേജ് പ്രോപ്പർട്ടി. നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു ഫസ്റ്റ് ചാർജ് അല്ലേ? മോർഗേജ് പ്രോപ്പർട്ടി
ഞാനിപ്പം എൻ്റെ വീടും വസ്തുവും കൂടെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘത്തിൽ കൊടുത്തേക്കുവാണ്, മനസ്സിലായോ? പക്ഷേ അപ്പം എനിക്ക് കുറേ കടബാധ്യതകളും കാര്യങ്ങളും വന്നു. അപ്പം എനിക്ക് യഥാർത്ഥത്തിൽ 5 ലക്ഷം രൂപയുടെ ബാധ്യത സംഘത്തിലുള്ളൂ. പക്ഷേ അതിനെക്കാട്ടി കൂടുതൽ ബാധ്യത എവിടെ പുറത്തുണ്ടെന്ന് വെച്ചോ. പക്ഷേ ആദ്യം സംഘത്തിലാണ് ഈ പ്രമാണം വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പം പിന്നെ ഗഹാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സംഘം അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ കടവ് ആദ്യം ചെന്ന് തീർക്ക്, എന്നിട്ട് നിങ്ങൾ പുറത്തെ കടം കൊടുത്താൽ മതി എന്നാണ് ആര് പറയുന്നത്? സൊസൈറ്റികൾ പറയുന്നത്. അപ്പം ആരാണ് പറയുക? പ്ലാനിംഗ് കമ്മിറ്റി പറയുകയാണ് ഫസ്റ്റ് ചാർജ് മോർഗേജ് പ്രോപ്പർട്ടിയുടെ ആദ്യ അധികാരം ആർക്കാണുള്ളത്? ഞങ്ങൾക്കാണുള്ളത്, സൊസൈറ്റിക്കാണുള്ളത്. ഇതിനടുത്തത് പറയുകയാണ് ഡിസ്പ്യൂട്ട് ഷുഡ് ബി സെറ്റിൽഡ് ബൈ രജിസ്ട്രാർ. സിവിൽ കോടതിയിലോട്ടൊന്നും ഡിസ്പ്യൂട്ടിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഡിസ്പ്യൂട്ടിനെ എവിടെ സിവിൽ കോടതി കൊണ്ടുപോകേണ്ട കാര്യമില്ല. ആര് സെറ്റിൽ ചെയ്യണം? ഡിസ്പ്യൂട്ടിനെ നമ്മുടെ രജിസ്ട്രാർ തന്നെ സെറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞു, മനസ്സിലായോ? ഇതിന് അതുപോലെ പറയുകയാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇപ്പം റൂറൽ ഹൗസിംഗ് സൊസൈറ്റീസ്, അർബൻ ഹൗസിംഗ് സൊസൈറ്റീസ്, സാലറി ഏണ സൊസൈറ്റികൾ, സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ രൂപീകരിക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാര്യമാണല്ലേ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ. ഇപ്പം ഹൗസിങ്ങിന് ലോൺ കൊടുക്കുന്ന സൊസൈറ്റികൾ, പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹൗസിങ്ങിന് ലോൺ കൊടുക്കുന്ന സൊസൈറ്റികളെല്ലാം വളരെ മോശം അവസ്ഥയിലാണ്. കാര്യം ഹൗസിങ്ങിന് ലോൺ എടുത്തുകൊണ്ട് പോകുന്ന പല ആൾക്കാരും കൃത്യമായി അടയ്ക്കാറില്ല. അതുകൊണ്ട് ഡ്യൂസ് ഭയങ്കര കൂടുതലാണ്. അവരൊക്കെ ഒട്ടുമിക്ക ഹൗസിംഗ് സൊസൈറ്റികളും നഷ്ടത്തിലാണ്. അതുപോട്ടെ, അതുപോലെ തന്നെ ഓരോ ടൈപ്പ് സൊസൈറ്റികൾ രൂപീകരിക്കാൻ പറഞ്ഞു. ഇപ്പം റൂറൽ ഹൗസിംഗ് ആയി, അർബൻ ഹൗസിങ്, അതുപോലെ തന്നെ സാലറി ഏണേഴ്സ്. നമ്മൾ CSEB എക്സാം എഴുതുന്ന സമയത്ത് എംപ്ലോയീസ് സംഘങ്ങൾ ഇപ്പം വിക്രം സാരാഭായി എംപ്ലോയീസിൻ്റെ സൊസൈറ്റീസ് ഉണ്ട്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയീസിൻ്റെ സംഘങ്ങളുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം ജോലി സേഫ് ആണെന്നാണ് പറയുന്നത്. എന്തായാലും നമ്മുടെ സബ്ജക്റ്റ് ഇതല്ല. അപ്പം പറഞ്ഞു വന്നത് പ്ലാനിംഗ് കമ്മിറ്റി പറഞ്ഞു റൂറൽ ആൻഡ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സൊസൈറ്റികൾ, റൂറൽ ഹൗസിംഗ് ആയിക്കോട്ടെ, അർബൻ ഹൗസിംഗ് ആയിക്കോട്ടെ, സാലറി ഏണേഴ്സ് സൊസൈറ്റീസ് ആയിക്കോട്ടെ, അവരൊക്കെ രൂപീകരിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞു. ദെൻ കോഓപ്പറേറ്റീവ് അൺലിമിറ്റഡ് ലയബിലിറ്റി ചേഞ്ച്ഡ് ടു ലിമിറ്റഡ് ലയബിലിറ്റി. കോഓപ്പറേറ്റീവ് കോളേജ് ഇൻ എവരി സ്റ്റേറ്റ്, എല്ലാ സംസ്ഥാനത്തിലും കോഓപ്പറേറ്റീവ് കോളേജ് വേണമെന്ന് പറഞ്ഞു. അതുപോലെ അൺലിമിറ്റഡ് ലയബിലിറ്റിയെ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയിലേക്ക് മാറ്റാനും പറഞ്ഞു, മനസ്സിലായി? അൺലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയെ ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റിയിലേക്ക് മാറ്റാനും പറഞ്ഞു പ്ലാനിംഗ് കമ്മിറ്റി അഥവാ സരിയ കമ്മിറ്റി. അടുത്ത് നോക്കിക്കേ, എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി. അപ്പം നമ്മൾ പറഞ്ഞ എല്ലാം ഓർമ്മയുണ്ടല്ലോ, 45, 46 സരിയ, ഓക്കെ ആണല്ലോ. ഇതിനടുത്ത് നോക്കിക്കേ, ദ എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി 1947 എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റിപ്പോർട്ടിന് സബ്മിറ്റ് ചെയ്തത് 47 അപ്പോയിൻറ്റ് ചെയ്തു, 48 നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് എക്കണോമിക്കലി നമ്മളെയൊക്കെ ഒന്ന് ഉയർത്തണമെന്ന് അവർക്ക് തോന്നി, സർക്കാരിന് തോന്നി. അങ്ങനെ 47 അപ്പോയിൻറ്റ് ചെയ്ത് 48 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ദെൻ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു ചെയർമാനെ. ഇദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫാമിംഗ് സൊസൈറ്റികൾ, കൃഷിക്ക് ആവശ്യമായ സൊസൈറ്റികൾ, കൃഷിയെ സംബന്ധിക്കുന്ന സൊസൈറ്റികൾ, ഫാമിംഗ് സൊസൈറ്റികൾ രൂപീകരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ രൂപീകരിക്കണമെന്ന് ആര് പറഞ്ഞു? ജവഹർലാൽ നെഹ്റു പറഞ്ഞു. ഈ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ സഹകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കുറേ കോഡ്സ് ഉണ്ട്. അതായത് ഇൻഡ്യൂസിയാസ്റ്റിക് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് ജവഹർലാൽ നെഹ്റു. ഇൻഡ്യൂസിയാസം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ കൃഷിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സഹകരണ പ്രസ്ഥാനങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അതുപോലെ അദ്ദേഹം പറഞ്ഞു, പിന്നെ അപ്പോയിൻറ്റ് ചെയ്തത് 1947 48 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ജവഹർലാൽ നെഹ്റു ചെയർമാനായിരുന്നു. ഫാമിംഗ് സൊസൈറ്റികളും അതുപോലെ അഗ്രികൾച്ചർ ഫിനാൻസ് കോർപ്പറേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. ഓക്കെ ആണോ? അടുത്ത് നോക്കിക്കേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. നമ്മൾ പറഞ്ഞു വന്നതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 1892 തുടങ്ങി, 1892 തുടങ്ങി. നമ്മളിപ്പോൾ എങ്ങനെയാണ് വന്ന് നിൽക്കുന്നത്? 1951 വന്ന് നിൽക്കുന്നത്. ആദ്യം മുതലുള്ള ആൾക്കാരെ മഗ്ലഗാനെയും
പിന്നെ റോയൽ കമ്മീഷൻ, ദെൻ നമ്മുടെ കാൾവർട്ട്, ദെൻ സഹയ്യ, അങ്ങനെ ഓരോരുത്തരും നമ്മുടെ ജവഹർലാൽ നെഹ്റു, പിന്നെ അടുത്ത ആൾ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം 47, 48 കഴിഞ്ഞു. പിന്നെ ഇടയ്ക്കൊരു ടൗൺസെൻഡിനെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളൊരു കഥ പോലെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കത്തില്ല കേട്ടോ. ഇത് നോക്കിക്കേ, അങ്ങനെ പറയുകയാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 1951 വന്നു. 54 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഓക്കെ, 51, 54 നമ്മൾ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ് വെയർ ഹൗസിംഗ് ബോർഡ് വന്നതെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. 1956 വെയർ ഹൗസിംഗ് ബോർഡ് വന്നത് ഏത് പ്രകാരമാണ്? 1954 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരമാണ്. ഈ വെയർ ഹൗസിംഗ് ബോർഡിൻ്റെ പേര് മാറി പിന്നീട് വന്ന സ്ഥാപനമാണ് NCDC. NCDC ആക്ട് വന്ന് 1962. 1963 മാർച്ച് 14 NCDC വന്നത്. അപ്പം അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ NCDCയുടെ ശരിക്കും തുടങ്ങാനുള്ള കാരണക്കാരൻ ആരാണ്? നമ്മുടെ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. അവിടെ നിൽക്കട്ടെ. ദെൻ അങ്ങനെ നമ്മൾ പറഞ്ഞു വരുവാണ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി 51 വരികയും അത്രത്തോളം അവർ പഠിച്ച് 3 വർഷം എടുത്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇമ്പോർട്ടൻ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയുടെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ ഒരു ലാൻഡ്മാർക്ക് തന്നെയായിരുന്നു ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ അതുകൊണ്ട് പറഞ്ഞ മാഗ്ന കാർട്ട ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് ഏത് കമ്മിറ്റിയാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ദെൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കോൺഫറൻസ് ഹെൽഡ് അറ്റ് പൂനെ ഇൻ ഓഗസ്റ്റ് 1951 അപ്പോയിൻ്റ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. നമ്മുടെ ഇനിയിപ്പോൾ അപ്പോയിൻമെൻറ്റ്സിൻ്റെ എല്ലാം മാറ്റം വന്നു കേട്ടോ. നമ്മുടെ RBI ആണ് ആരെ അപ്പോയിൻറ്റ് ചെയ്ത്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത്. എന്നാണ്? ഓഗസ്റ്റ് 1951 പൂനെ വെച്ചിട്ടാണ് ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ദെൻ അടുത്ത് നോക്കിക്കേ, ചെയർമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അല്ലെങ്കിൽ നമ്മൾ ഗോർവാല കമ്മിറ്റി എന്നാണ് പറയുക. ചെയർമാൻ ആരായിരുന്നു? ഒന്നുകിൽ കമ്മിറ്റിയുടെ പേര് പറയും, അല്ലെങ്കിൽ ചെയർമാൻ്റെ പേര് വെച്ച് നമ്മൾ പറയും. അപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അത് നമ്മൾ ഓപ്ഷനകത്ത് ഇല്ലല്ലോ. അല്ല, ഗോർവാല കമ്മിറ്റി കണ്ടാലും നമുക്ക് എഴുതാൻ പറ്റും കേട്ടല്ലോ. അപ്പോൾ ചെയർമാൻ്റെ പേരും വെച്ചിട്ട് നമുക്ക് കമ്മിറ്റിയുടെ പേര് അറിയാൻ പറ്റും. അപ്പോൾ ചെയർമാൻ ആരായിരുന്നു? AD ഗോർവാലയായിരുന്നു. അപ്പോയിൻറ്റ് ചെയ്ത RBI ആണ്. ദെൻ നോക്കിക്കേ, ഇതിനെ നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ഗോർവാല കമ്മിറ്റി. ഓക്കെ ആണ് ഇത്രയും കാര്യം. അടുത്തത് ഇതിനകത്തെ മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയിൽ DR ഗാർഗിൽ ഉണ്ടായിരുന്നു. ദെൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു വെങ്കടപ്പായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ NSR ശാസ്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം ഡയറക്ടർ ഓഫ് സ്റ്റഡി ഈ RBI ആയിരുന്നു അവരൊക്കെ കേട്ടോ. ദെൻ മെമ്പർ സെക്രട്ടറി ആയിരുന്നു NSR ശാസ്ത്രി. ദേ കണ്ടക്ട് സ്റ്റഡീസിന് അവരാണെന്നുണ്ടെങ്കിൽ 76 ജില്ലകൾ പഠിച്ച് 600 വില്ലേജുകൾ പഠിച്ച് 1.25 ലക്ഷം ഫാമിലിയെയും പഠിച്ച് ഇത്രയും കാലം എടുത്തു. 3 വർഷം കഴിഞ്ഞിട്ടല്ലേ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത്. ഇത്രയും കാലം കൊണ്ട് ഇവരിതൊക്കെ പഠിച്ചു. ദെൻ ഇവരാണെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ആദ്യത്തെ കമ്മിറ്റിയാണ് പഠിക്കുന്നത്. ആദ്യത്തെ കമ്മിറ്റി പഠിക്കുന്നത് എന്തിനെക്കുറിച്ച് പഠിക്കുന്നത്? വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ സഹകരണ പ്രസ്ഥാനം എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠിച്ചു. അത് വിശദമായിട്ട് പഠിച്ചുകൊണ്ടല്ലേ 76 ഇവരെ കണ്ടക്ട് 76 ജില്ലകളെടുത്ത് അതിനകത്ത് 600 വില്ലേജ് 1.25 ലക്ഷം ജനങ്ങളുടെ അടുത്ത് നേരിട്ട് സംവദിച്ച് അവർ പഠിച്ചു. മനസ്സിലായോ? ഇതിനെന്നതിന് ശേഷം അതുകൊണ്ടാണ് പറയുന്നത് ഫസ്റ്റ് കമ്മിറ്റി ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ. ദ കമ്മിറ്റി ഫൗണ്ട് ദാറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് വാസ് നോട്ട് ദ റൈറ്റ് ടൈം, was not the right quantity, did serve the right purpose, can overpaid to reach the right people, and the cooperation has failed but it must be succeeded. അതായത് ഇവർ പറയുകയാണ് ഈ വെറുതെ കുറേ കടം കൊടുത്തിട്ട് മാത്രം കാര്യമൊന്നുമില്ല. കൃത്യമായ ആളുകളിലേക്ക് കൃത്യമായ അളവിൽ കാര്യങ്ങൾ സാമ്പത്തിക അവസ്ഥ പൈസ കൊടുക്കണം, ഫണ്ട് കൊടുക്കണം, ക്രെഡിറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ കോപ്പറേഷൻ ഹാസ് ഫെയിൽഡ്. പക്ഷേ സഹകരണം ഇപ്പോൾ പരാജയപ്പെട്ടേക്കാം. പക്ഷേ എന്നിരുന്നാലും ഇത് വിജയിക്കുക തന്നെ ചെയ്യും. ബട്ട് ഇറ്റ് മസ്റ്റ് സക്സീഡ്. ഇത് വിജയിച്ചേ തീരൂ എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ ഈ കമ്മിറ്റിയാണ്. ആരാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി അഥവാ ഗോർവാല കമ്മിറ്റിയാണ്. ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ദെൻ നോക്കിക്കേ അടുത്തത്. ദെൻ കമ്മിറ്റി 1954 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എങ്ങനെയാണ്? 3 വോളിയമായിട്ടാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്.
സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്, ഇങ്ങനെ 3 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. എങ്ങനെയൊക്കെയാണ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ? സർവേ നടത്തിയതിൻ്റെ സർവേ റിപ്പോർട്ട് 76 ജില്ലകൾ, അത്രയും പിന്നെ 600 വില്ലേജ്, 1.25 ലക്ഷം ജനങ്ങൾ, അവരുമായിട്ട് സർവേ നടത്തിയില്ലേ, അവരുമായിട്ട് നേരിട്ട് സംവദിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട്, സർവേ റിപ്പോർട്ട്. ദെൻ ജനറൽ റിപ്പോർട്ട്, മൊത്തത്തിലുള്ളൊരു റിപ്പോർട്ട്. ഇത് കൂടാതെ ടെക്നിക്കൽ റിപ്പോർട്ട്, എന്തിനും ഒരു ടെക്നോളജി വേണമല്ലോ, ഒരു ടെക്നിക്സ് വേണമല്ലോ, അങ്ങനെ ടെക്നിക്കൽ റിപ്പോർട്ട് എന്നുള്ള 3 റിപ്പോർട്ടുകൾ ഇവർ സബ്മിറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോട്ടാണ്, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. സഹകരണം ഇപ്പോൾ പരാജയപ്പെട്ടാലും നാളെ അത് വിജയിച്ചേ മതിയാകൂ. ഓക്കെ. അതുപോലെ തന്നെ ദ കമ്മിറ്റീസ് റെക്കമെൻഡേഷൻസ് നോൺ ആസ് ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് കമ്മിറ്റിയുടെ റിപ്പോർട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. 1951 അപ്പോയിൻറ്റ് ചെയ്യുന്നു, 54 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. 3 തരം റിപ്പോർട്ടുകളാണ് അവർ സർവേ നടത്തി. ഒന്നാമത് അവർ സർവേ നടത്തി, ഓക്കെയാണ്. പിന്നെ അവിടെ നിന്നൊരു ജനറലായിട്ടുള്ള കുറേ അവയർനെസ് കിട്ടി. ഇപ്പോൾ ഇപ്പം സർവേ നടത്തി, ജനറൽ റിപ്പോർട്ട് കൊടുത്തു. എന്നിട്ട് ഇവർ പറയുകയാണ് ടെക്നിക്കലി, നേരത്തെ അവർ പറഞ്ഞില്ലായിരുന്നോ, ലോൺ ചുമ്മാ കൊടുത്തിട്ട് കാര്യമില്ല, കൃത്യമായ ആളുകളിലേക്ക് കൃത്യമായ അളവിൽ ലോൺ കൊടുത്തേ പറ്റത്തുള്ളൂ, ക്രെഡിറ്റ് കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം ടെക്നിക്കലി ഏതൊക്കെ ടെക്നിക്ക് അഡോപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 റിപ്പോർട്ട് വന്നു. മനസ്സിലായോ? ദെൻ പറയുകയാണ് ഇവരുടെ റെക്കമെൻഡേഷൻസിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് ഇൻ്റഗ്രേറ്റഡ് സ്കീം ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ. ഓക്കെ ആണോ ഇത്രയും കാര്യങ്ങൾ? ദെൻ അതായത് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ഇനി ഇത് കൂടാതെ എന്തെല്ലാം പറഞ്ഞു നോക്കിക്കേ. സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഗവൺമെൻറ്, കോൺട്രിബ്യൂഷൻസ് ടു ഷെയർ ക്യാപിറ്റൽ. അതായത് നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് സംസ്ഥാന ഗവൺമെൻറ്റും കൂടി ഒരു പാർട്ടിസിപ്പേഷൻ നടത്തണം. നമ്മൾ പഠിച്ചിട്ടില്ലേ, സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ചാപ്റ്റർ 5 സെക്ഷൻ 44-43 പോലെ നമ്മൾ അങ്ങോട്ട് പഠിക്കത്തില്ലയോ, പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്, അത് പഠിക്കത്തില്ലേ, നമ്മൾ ലോയ്ക്കകത്ത് അത് പഠിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ആദ്യമായിട്ട് പറഞ്ഞത് എങ്ങനെയാണ്? ഇവർ പറയുകയാണ് സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഗവൺമെൻറ് സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് ഷെയർ ക്യാപിറ്റൽ എത്തി ഫണ്ട് കൊടുക്കണം എന്നും പറഞ്ഞ്, ഫണ്ട് കൊടുത്തു എന്നും പറഞ്ഞ് അവർക്ക് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സഹകരണ പ്രസ്ഥാനങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു പവർ ഇല്ല, റെഗുലേറ്റ് ചെയ്യാനുള്ള പവർ മാത്രമേ ഉള്ളൂ. നോട്ട് എ കൺട്രോളിങ് പവർ ബട്ട് റെഗുലേറ്റിംഗ് പവർ. രജിസ്ട്രാറിന് റെഗുലേറ്റ് ചെയ്യാനുള്ള പവറേ ഉള്ളൂ കേട്ടോ. ഇതേ നോക്കിക്കേ. അപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ഷെയർ ക്യാപിറ്റൽ, ഇത് പറയുന്ന മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ കൺട്രോളിൽ വരണം എന്നല്ല. എന്ന് വെച്ചാൽ മറ്റുള്ള ജനങ്ങളിൽ, നമ്മുടെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ജനങ്ങൾ, സാധാരണക്കാരായ ആൾക്കാർ വിശ്വസിക്കത്തില്ലേ, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും കൂടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കൺവിൻസിങ് ആവും അല്ലേ. എന്നും പറഞ്ഞ് ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇത്ര ഷെയർ ഉണ്ട് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഷെയർ എടുത്തു, സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുകയാണ് ഞങ്ങൾ ഷെയർ എടുത്തു എന്നും പറഞ്ഞ് സാധാരണ ജനങ്ങൾക്ക് നിങ്ങൾ എത്രയാണോ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഞങ്ങളെ നിങ്ങൾ കൺസിഡർ ചെയ്താൽ മതി എന്നാണ് അവർ പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ പറഞ്ഞത് ആരാണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറഞ്ഞു. ദെൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് SBI, നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം എന്നാ വന്നേ? 1 ജൂലൈ 1955. ജൂലൈ 1 1970 ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം വന്നത്, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ 1 ജൂലൈ 1955 SBI വന്നത്. SBI ഫോർമേഷൻ ചെയ്യാനുണ്ടായ കാരണമായ കമ്മിറ്റിയാണ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. 57 റിപ്പോർട്ട് വന്നു. 55 ജൂലൈ 1 SBI ഫോർമേഷൻ ചെയ്തു. ദെൻ അടുത്തത് ദ കമ്മിറ്റി സജസ്റ്റ് നാഷണലൈസേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക്. ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്തിട്ടാണല്ലോ SBI ആയത്. ദെൻ നോക്കിക്കേ, ദ കമ്മിറ്റി സജസ്റ്റഡ് നാഷണലൈസേഷൻ ഓഫ് ഇമ്പീരിയൽ ബാങ്ക്, ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആൻഡ് എക്സ്റ്റാബ്ലിഷ്ഡ് SBI. അണ്ടർ ഗവൺമെൻറ് കൺട്രോളിൽ SBI വന്നു. ഓക്കെ ആണോ? ഒന്നുമില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് ഷെയർ പാർട്ടിസിപ്പേഷൻ നടത്തണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഷെയർ പാർട്ടിസിപ്പേഷൻ നടത്തി എന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഗവൺമെൻറ്റിന് കൺട്രോളിംഗ് പവർ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ SBI ഫോർമുലേഷൻ ചെയ്യാൻ കാരണമായ കമ്മിറ്റി, ഇതെങ്ങനെയാണ് വന്നത്? ഇമ്പീരിയൽ ബാങ്ക് ഷെയർ ഹോൾഡേഴ്സ് ബാങ്കിനെ നമ്മൾ നാഷണലൈസ് ചെയ്തിട്ട് SBI ആക്കി. ജൂലൈ 1 1955. ഓക്കെ.